വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയിറങ്ങി. പാട്ടവയൽ റോഡിൽ സെന്റ് ജോസഫ്സ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് ചാടുന്ന പുലിയുടെ ദൃശ്യങ്ങൾ ആണ് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മൾ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. നമുക്ക് ഇത് അവരെ പിടിക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിയമത്തിൽ പിടിച്ച് മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ കുങ്കിയാനി ഉപയോഗിച്ചോ ഇന്ന് ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് ഇവയെ പിടികൂടാനുള്ള ശ്രമം. ഇപ്പോൾ മലപ്പുറം കരളായി തന്നെ ഇപ്പോൾ 10 ദിവസമായില്ലേ പരിശോധന. ആ പരിശോധനയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത്. ആ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് മന്ത്രിയുടെയും വനംവകുപ്പിൻ്റെയും മാത്രം പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന വസ്തുത കൂടി അംഗീകരിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി കഴിയും. വന്യജീവി ആക്രമണത്തിൽ വനംവകുപ്പിനെയും വനമന്ത്രിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ജനങ്ങൾ ഇത് തിരിച്ചറിയണം. കേന്ദ്ര നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക വകുപ്പ് ഇതാണ് എന്നും സംസ്ഥാനത്ത് മറ്റൊരു വകുപ്പിനും ഈ പ്രതിസന്ധിയില്ല എന്നും മന്ത്രി പറഞ്ഞു. കാരണം ഇതിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ വനംവകുപ്പ് പ്രവർത്തിക്കുന്നത്. ബാക്കി ഒരു വകുപ്പും കേന്ദ്ര നിയമത്തിന്, അതാണ് വനംവകുപ്പിൻ്റെ പ്രത്യേകത. നമ്മുടെ സർക്കാരിലെ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഏക വകുപ്പ് വനംവകുപ്പാണ്. അപ്പോൾ അതിൻ്റെ പരിമിതി മറ്റു വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വനംവകുപ്പിനുണ്ട് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി കൂടി കൂട്ടായ സമ്മർദ്ദം ചെലുത്തുക മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് അനുവാദം കിട്ടാനുള്ള ഏക മാർഗം. പ്രതിഷേധം വനംവകുപ്പ് മന്ത്രിയിൽ മാത്രമായി ഒറ്റപ്പെടുത്തി കേന്ദ്രീകരിച്ചാൽ പരിഹാരം കാണാൻ കഴിയുമെന്നൊരു തെറ്റായ ധാരണ വെച്ച് പുറത്തുണ്ടെങ്കിൽ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് ദയവായി അവർ മനസ്സിലാക്കണം. അല്ല, അതിലാണ് വനംവകുപ്പിനെയും വനംവകുപ്പ് മന്ത്രിയെയും മാത്രം ഒറ്റപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ധരിക്കുന്നത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.